എസ് എങ്ങനെയാണ് ഓർക്കുന്നത്? നമ്മുടെ ചങ്കിലെ തീയല്ലേ, നമ്മൾ പോരാട്ടത്തിൽ നമ്മളെ ആകെ നയിച്ചൊരു സഹാവല്ലേ. അദ്ദേഹത്തിനെ കണ്ടിട്ടേ പോവുള്ളൂ. വൈകുന്നേരം 5 മണിക്ക് വന്നതാണ്. എത്ര താമസിച്ചാലും കണ്ടിട്ടേ പോകും. നമ്മളെ നെഞ്ചിലെ തീയ. VS ഒരു വിയോഗം അതെങ്ങനെയാണ്? സമൂഹത്തിനാകെ നഷ്ടമാണ്. എൻ്റെ മകള് ഒരു ചിത്രകാരിയാണ്. അവൾ 5ാം സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ ഒരു VS ഒരു പടം വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റിയില്ല. അദ്ദേഹത്തിന് നാളെ അത് കൊടുക്കും. ഫ്രെയിം ചെയ്ത് അദ്ദേഹത്തിൻ്റെ പാദങ്ങളെ അർപ്പിക്കും. അതെൻ്റെ മകൾ 5ാം സ്റ്റാൻഡേർഡ് പഠിച്ചപ്പോൾ ഒരു പെൻസിൽ ഡ്രോയിങ് ചെയ്തിട്ടുണ്ട്. അത് വലിയ മികച്ചതല്ല, എന്നാൽ അത് ഫ്രെയിം ചെയ്ത് വെച്ചേക്കാം. ഇദ്ദേഹത്തിന് അത് കൊടുക്കാൻ എനിക്ക് ഇതുവരെയും പറ്റിയിട്ടില്ല. അതെൻ്റെ വലിയ വിഷമമാണ്. അത് നാളെ തന്നെ കൊടുത്തിരിക്കും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ അർപ്പിച്ചിരിക്കും. ലക്ഷ്മി, ഇങ്ങനെ എത്ര മനുഷ്യന്മാരുടെ എത്ര അനുഭവങ്ങൾ, അവരുടെ വിഷമങ്ങൾ ആ ചേട്ടൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്കറിയാം. നാളെ അദ്ദേഹം ആ ചിത്രം കൊടുക്കുമെന്നാണ് പറയുന്നത്. ചേട്ടാ എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ കട്ടാക്കടയിൽ നിന്നാണ്. സഖാവ് VS ഇനിയില്ല. VS ഇനിയില്ല. ഒരു യുഗാന്ത്യമാണ്. ഒരു യുഗം അവസാനിച്ചിരിക്കുന്നു. 64-ലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് രൂപീകരിക്കപ്പെട്ടതിൻ്റെ അവസാനത്തെ കണ്ണിയാണ് മൺമറഞ്ഞത്. എങ്ങനെയാണ് VS ഓർക്കുന്നത്? VS ഞാൻ SFIയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. ആ സമയത്തൊക്കെ തന്നെ വളരെ അടുപ്പമുണ്ടായിരുന്നു. കമ്മിറ്റികളിൽ അദ്ദേഹത്തെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഒരു പോരാളിയാണല്ലോ അദ്ദേഹം. ഒരു തീരുമാനമെടുത്താൽ അതിൽ നിന്ന് അണുകിട വ്യതിചലിക്കാത്ത ഒരാളാണ്. അതാണ് അതിനെ സംബന്ധിച്ച് അദ്ദേഹത്തെ പറയാനുള്ളത്.